അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഞാൻ നമ്മളെ സ്ഥലത്തിൻ്റെ അടുക്ക് വരെ പോവാം കേട്ടോ. ഞാൻ ഒറ്റക്കല്ല, ഞാൻ ഒറ്റക്കുള്ളൂ. പിന്നെ എൻ്റെ മൂത്താപ്പൻ്റെ മക്കളൊക്കെ ഉണ്ട്. മൂത്താപ്പയും മോളും മരുവനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ മുത്തുമണികളെ ഞങ്ങൾക്ക് പോകുന്ന ഓട്ടോറിക്ഷ കിട്ടിട്ടോ. മക്കരപ്പറമ്പ് ടൗണിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷ കിട്ടി. അപ്പം അങ്ങനെ ഓട്ടോയിൽ കയറി പോവുകയാണ്. മക്കരപ്പറമ്പ് എത്തിയിരുന്നു കേട്ടോ. മൂത്താപ്പയും ഞാനും നസീമ താത്താൻ്റെ ഹസ്ബൻഡും കേട്ടോ. ഞങ്ങൾ 4 ആളും കൂടെ കേട്ടോ പോണത്. അവർക്ക് വഴി അറിയില്ല. അപ്പോൾ ഉമ്മ അനിയത്തിൻ്റെ കുട്ടിയും ഒരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ അനിയത്തി ക്ലാസ്സിന് പോയപ്പോൾ ഉമ്മാൻ്റെ അടുത്താക്കി പോയത്. അപ്പം അങ്ങനെ ഞാനട്ടോ പോയത് വരെ കൂടെ. ഞങ്ങളുടെ മക്കരപ്പറമ്പ് സ്റ്റാൻഡിൽ ബസ് എത്തിക്കണം. ഞാനും മൂത്തപ്പാൻ്റെ മോളിൽ കാണിക്കണേ കുഴപ്പമുണ്ടോ? വീഡിയോയിൽ കാണിക്കണേന് കുഴപ്പമുണ്ടോ? ഇത് മൂത്തമാരെ മോളിട്ടോ. ഒരു മംഗലാപുരം പുത്തൂര് രഞ്ജത്താട്ടോ വീട്. ഞങ്ങളെല്ലാവരും ഇവിടേക്ക് പോവാം. മേലാറ്റൂർ പട്ടത്തൂർക്ക്. ഞങ്ങൾക്ക് ബസ് കിട്ടി. ബസ്സിൽ പോകും. ഞാൻ മൂത്തമ്മാൻ്റെ മോള് മൂത്തമ്മാൻ്റെ മോളിട്ടോ. നസീമ എന്ന പേര് കേട്ടോ. അപ്പം നമ്മൾ ഏതായാലും അവിടെ പോകുമ്പോൾ എൻ്റെ സ്ഥലം ഞങ്ങൾ മേടിച്ച സ്ഥലം കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാം. ഒരുമിച്ച് പോവാണ്. അവർക്ക് വഴിയൊന്നും അറിയില്ല മേലാറ്റൂര്. അപ്പോൾ പോകുമ്പോൾ എന്നോട് ഉമ്മ പോകാനോ വിചാരിച്ചില്ല. പക്ഷേ ഉമ്മക്ക് അനിയത്തി കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരെ കൂടെ പോകുന്നത്. അപ്പം നമ്മളങ്ങനെ വട്ടത്തൂർ എത്തിയിട്ടോ. വട്ടത്തൂർ നമുക്ക് ഓട്ടോ കിട്ടി. അവിടുന്ന് മക്കരപ്പറമ്പിൽ നിന്ന് പെരിന്തൽമണ്ണ വേറെ ബസ് കയറിയിട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് വട്ടത്തൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് വേറെ ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമ്മളവിടുന്ന് ബസ്സിൽ ഭയങ്കര വിറ്റതിനുള്ള തിരക്ക്. ഞങ്ങൾ അവിടെ എത്തുന്ന വരെ നിൽക്കുന്നേനു കേട്ടോ. പെരിന്തൽമണ്ണെന്ന് വട്ടത്തൂർ വരെ ഞാനും നസീമ താത്തയും കൂടെ നിൽക്കുന്നേനു. പിന്നെ ഓട്ടോറിക്ഷ കയറി ഇരുന്നപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ സ്കൂൾക്ക് പോണ സമയമൊക്കെ ആയതുകൊണ്ട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ റോഡ് നല്ല റോഡാട്ടോ. വട്ടത്തൂർ റോഡ്, കാപ്പ് വട്ടത്തൂർ ആ ഭാഗത്താട്ടോ നമ്മളെ സ്ഥലമുള്ളത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പോകുമ്പോൾ. വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ. പിന്നെ ഞങ്ങളവിടെ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ അമ്മോൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ച സ്ഥലം ഉണ്ടല്ലോ അത് അവരെ കൊണ്ടുപോയി കാണിക്കും കേട്ടോ. വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. ഉള്ളിൽ ഇപ്പോൾ കയറിയിട്ടുള്ളൂ. മുത്തുമണികളെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സ്ഥലം. വീടൊക്കെ വെക്കുന്ന സ്ഥലം ഇതാണ്. നേരെ മുന്നിൽ ഡബ്ബർ തോട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജിദ്ദയിൽ പോയി വന്നിട്ട് സ്ഥലം ഒന്ന് നികത്തിയതാണ് കേട്ടോ. ജസ്റ്റ് ഫ്രണ്ട് ഭാഗം മാത്രം നികത്തിയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മളെ സ്ഥലം. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഒരു വീട് എങ്ങനെയും എനിക്ക് വെക്കണം. ഈ കാണണം കേട്ടോ സ്ഥലം. 6 സെൻറ്റ് സ്ഥലം. ഇവിടെ അന്ന് ഞാൻ നികത്തിയത് കേട്ടോ. അന്ന് ജിദ്ദയിൽ പോയി വന്നില്ലേ, അന്ന് നികത്തി. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് പണി അറിയാലോ, ഒരുപാട് പണി എടുപ്പിക്കാണ്ട്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെ പോകാം. കാണാനായിട്ട് അങ്ങോട്ട് തന്നെ പോവുകയാണ്. എൻ്റെ നമ്മളെ സ്ഥലമൊക്കെ അവർ കണ്ടു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, നല്ല ഇഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലം കേട്ടോ അവർക്ക്. എനിക്കും തന്നെ അവിടെ വീട് വെക്കണം എന്നാണ് വലിയ ആഗ്രഹം. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് വീട് പണി ഒന്നും തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. മറക്കരുത്, ദുആയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗൈസ് ഒരു വീട്. അതെനിക്ക് എങ്ങനെയും നിറവേറണം. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. ആരൊന്നും തരുമൊന്നും വേണ്ട, ദുആയിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ അമ്മോൻ്റെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ അമ്മയോടൊക്കെ നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും വീട്ടിൽ വരാൻ താല്പര്യമില്ലതാ. അപ്പോൾ അവിടെ കുറച്ച് പയർ കൃഷി, വാഴ, വഴുതനങ്ങ, വെണ്ടക്ക, പച്ചമുളക്, അങ്ങനെ കുറച്ച് സാധനം, റംബുട്ടാനൊക്കെ. അത് സ്ഥലത്തിൻ്റെ കുറച്ച് ഈ ഭാഗത്ത് കയറ്റ റംബുട്ടാൻ. അങ്ങനെ അതൊക്കെ ഉണ്ട്. നല്ല വെയിലാണ്. അപ്പോൾ ഇനി നമ്മൾ ചോറൊക്കെ തിന്നിട്ട്
ഇവിടുന്ന് അമ്മോൻ്റെ വീട്ടിൽ പോകും കേട്ടോ, മേലാറ്റൂർ പറഞ്ഞ സ്ഥലത്ത്. ഇത് വട്ടത്തൂർ, അമ്മോന് മേലാറ്റൂരാണ്. അപ്പോൾ അങ്ങോട്ട് പോന്നിട്ട് അങ്ങനെ പോയിട്ട് നേരെ നമ്മളവിടേക്ക് വടക്കാരക്ക് പോകും. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിക്കാണ്, സ്കൂൾക്ക് ആക്കിയിട്ട് അങ്ങനെ വന്നതാണ്. ഇവർക്ക് വഴി അറിയില്ലല്ലോ, ഇവർ മംഗലാപുരം പുത്തൂർ അവിടെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് വഴി അറിയാം, അങ്ങനെ പോകുന്നത്. നമ്മളോട് കുറേ പോരണം, 32 കുറേ നല്ല ദൂരമുണ്ട്. 3 ബസ്സോളം, 3 ബസ്സിലേറെ കയറി വരണം ഇങ്ങോട്ടേക്ക്. അങ്ങനെ കുറേ ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ പാലക്കാടായിട്ടോ. അങ്ങനെ പിന്നെന്താണ് ഗൈസ്, അപ്പോൾ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തട്ടോ, മറക്കരുത്. ഞാൻ എൻ്റെ വാച്ച് ശരിയാക്കിട്ടോ, വാച്ച് കട്ട് ചെയ്യിപ്പിച്ചു. പിന്നെ അപ്പോൾ ശരി, ഇനി ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. ഞങ്ങളവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കണ്ട് പോകും കേട്ടോ. ഗൈസ് ചോറൊക്കെ തിന്ന് കഴുകി കിടക്കണ്. ചോറൊക്കെ തിന്ന് നെയ്ച്ചോറ്, ചിക്കൻ കറി, പപ്പടം, മീൻകറി, സാദാ ചോറ്, പയറുപ്പേരി, അച്ചാറ്, പിന്നെ ഉള്ളിസുർക്ക ഒക്കെ ഉണ്ടായിരുന്നു. ചോറിന്ന് ഞാനും ഇവിടെ കിടക്കണം. പിന്നെന്താ വിശേഷം? കുട്ടികളെ കുറച്ച് നേരം കിടന്ന് എണീറ്റ് കുറച്ച് നേരം കിടന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അമ്മോൻ്റെ വീട്ടിൽ പോവാണ്. ഇവിടെ കുറച്ച് തൊട്ടടുത്ത് പറഞ്ഞാൽ കുറേ ദൂരമൊന്നും പോകണ്ട, എന്നാലും അടുത്താണ്, മേലാറ്റൂരാണ്. അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ. വെയിലിരിക്കുന്നോ, ജസ്റ്റ് ഒന്ന് റീഫ്രഷായി ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകും കേട്ടോ. അപ്പോൾ ഞാൻ പർദ്ദയൊക്കെ ഇട്ട് തട്ടൊക്കെ ചിറ്റി ഉഷാറായില്ലേ. തട്ടൊക്കെ ചിറ്റി ഞാനും മൂത്താപ്പൻ്റെ മോളും പിന്നെ ഓരോ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും പാടെ മേലാറ്റൂരിൻ്റെ അമ്മോൻ്റെ വീട്ടിൽ പോകും കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങളിനി വീട്ടിൽ പോകും. ചെറിയൊരു വ്ളോഗാണ്. ഫുഡ് കഴിക്കണമെന്ന് അതിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നത്. ഓക്കെ, തട്ടൻ ചിറ്റിയത് ശരിയായിക്കണമെന്നൊന്നും അറിയില്ല. എങ്ങനെയുണ്ട് ഗൈസ് ഒന്ന് പറയണം കേട്ടോ, തട്ടൻ ചിറ്റിയത് ശരിയായിക്കണമെന്നൊക്കെ. കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ടേന്, ബിസ്ക്കറ്റ് ഒന്നും എടുത്തപ്പോൾ ഒക്കെ പോയിന്, അപ്പോൾ ഒന്നും കൂടെ ഇട്ടതാണ്. അപ്പോൾ ഫാനൊക്കെ ഓഫ് ചെയ്യട്ടെ. ഫാൻ ഓഫ് ചെയ്ത് അപ്പോൾ മുത്തുമണികളെ ഞങ്ങൾ ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ മുന്നിൽ കറങ്ങി നിൽക്കാം. അയ്യാ ശരി, മുന്നിൽ കറങ്ങി നിൽക്കാം. ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലെത്തി. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നേരെ ഇനി എൻ്റെ വീട്ടിൽ പോകും. എൻ്റെ വീട്ടിലേക്കല്ല, കോട്ടേഴ്സൊക്കെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ബൈ.